നമസ്തേ. നമ്മുടെ ജീവിതത്തിൽ വളരെ തിരിച്ചടി നേരിടുന്ന സമയമാണ് ശനിദോഷ കാലഘട്ടം. ജീവിതത്തിൽ പ്രശ്നങ്ങൾ സങ്കീർണമാകും. ധനനഷ്ടം, കുടുംബത്തിൽ തർക്കം തുടങ്ങിയവ ഈ കാലഘട്ടത്തിൽ അനുഭവപ്പെടാം. ഒരു രാശിയിൽ ഏറ്റവും കൂടുതൽ കാലം നിലനിൽക്കുന്ന ഗ്രഹമാണ് ശനി. ശനി അനുകൂലമല്ലാത്ത സ്ഥാനങ്ങളിൽ നിൽക്കുന്നതിനെയാണ് കണ്ടകശനി, അഷ്ടമശനി, ഏഴരശനി എന്നിങ്ങനെ പറയുന്നത്. ശനി ഒരാളുടെ ജന്മക്കൂറിന്റെ 4, 7, 10 എന്നീ ഭാവങ്ങളിൽ നിന്നാൽ അതിനെ കണ്ടകശനി എന്ന് പറയും. ഒരാൾ ജനിച്ച കൂറിന്റെ 12ലും ജനിച്ച ജനനക്കൂറിന്റെ 2ലും ഗ്രഹചാരവശാൽ ശനി വരുന്ന തുടർച്ചയായ 7.5 വർഷത്തെയാണ് ഏഴര ശനി എന്ന് പറയുന്നത്. ജ്യോതിഷ പ്രകാരം ശനിയുടെ അതിദേവതയാണ് ശാസ്ത്രാവ്. ശാസ്ത്രാവിനെ ഭജിക്കുന്നതിലൂടെ ശനിദോഷത്തിൽ നിന്ന് മുക്തി ലഭിക്കും. പ്രധാനമായും ശനിയാഴ്ച ദിവസം ശാസ്ത്രാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും നീരാഞ്ജനം, എള്ളു തിരിവിളക്ക്, എള്ളുപായസം തുടങ്ങിയവ വഴിപാടായി സമർപ്പിക്കുക. ഈ ദിവസം ഉപവാസം അനുഷ്ഠിക്കുന്നതിനും ഉത്തമമാണ്. കറുപ്പ്, നീല എന്നീ വസ്ത്രങ്ങൾ ധരിക്കുന്നതും അത്യുത്തമമായിരിക്കും. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും തിരിച്ചടി നേരിടുന്ന ഒരു സമയമാണ് ശനിയുടെ അപഹാരകാലം. എന്നാൽ ശനി പൂർണ്ണമായും ഒരു പാപഗ്രഹമല്ല. ദീർഘായുസ്, മരണം, ഭയം, തകർച്ച, അപമാനം, അനാരോഗ്യം, മനപ്രയാസം, ദുരിതം, ദാരിദ്ര്യം, പാപം, കഠിനാധ്വാനം, പാപചിന്ത, മരണാനന്തര കർമ്മങ്ങൾ, കടം, ദാസ്യം, ബന്ധനം, കാർഷിക ആയുധങ്ങൾ എന്നിവയെല്ലാം ശനിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ശനിയുടെ ദേവനായ ധർമ്മശാസ്ത്രാവിനെ മനസ്സറിഞ്ഞ് ധ്യാനിക്കുക മാത്രമാണ് ദോഷത്തിനുള്ള ഏക പരിഹാരം. ശനിയാഴ്ച ദിവസങ്ങളിൽ ഉപവാസ വ്രതാനുഷ്ഠാനങ്ങളോടെ ശാസ്ത്രാക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുക. ധ്യാനമന്ത്രങ്ങൾ ഉരുളുക തുടങ്ങിയവ നല്ലതാണ്. നീരാഞ്ജനം വഴിപാട് ശാസ്ത്രാവിന് പ്രിയമാണ്. അതായത് ശാസ്ത്രാവിന് മുകളിൽ നാളികേരമുടച്ച് ആ മുറുകളിൽ എള്ളെണ്ണ ഒഴിച്ച് എള്ളു കിടുകിട്ടി ദീപം കത്തിക്കുന്നതാണ് ഈ വഴിപാട്. ശനി ദോഷം അഥവാ ശനി ബാധ ശനി 7ാം സ്ഥാനവുമായ ദൃഷ്ടിയോഗത്തിലാണെങ്കിൽ വിവാഹത്തിന് കാലതാമസം നേരിടാം. ഇതിന് ശാസ്ത്രാക്ഷേത്രങ്ങളിൽ 18, 21, 41 ശനിയാഴ്ചകൾ മുടങ്ങാതെ ദോഷകാഠിന്യം അനുസരിച്ച് മനം നൊന്ത് പ്രാർത്ഥിച്ച് ദർശനം നടത്തണം. സമാപന ശനിയാഴ്ച ശാസ്ത്രാപൂജയും സ്വയംവര പൂജയും ചെയ്യുക. അങ്ങനെയുള്ളവർ വിവാഹശേഷവും ഭാര്യ ഭർത്ത സമേതം ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുന്നത് അത്യുത്തമമാണ്. ശനിദോഷ കാലയളവിൽ 5 അനുഷ്ഠിക്കണം എന്നാണ് പറയുന്നത്. അഭ്യംഗം, അലക്ക് വസ്ത്രം, അയ്യപ്പ സേവ, അരയാൽ പ്രദക്ഷിണം, അത്താഴം മുടക്ക് എന്നിവയാണവ. അഭ്യംഗം എന്ന് പറഞ്ഞാൽ തേച്ചുകുളി. നല്ല എള്ളെണ്ണ ശരീരം മുഴുവൻ തേച്ച് കുളിക്കുക. ശനിയുടെ ഊർജപ്രസരം ശരീരത്തിലേക്ക് ഏൽക്കുന്നതിനെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ ഇത് സഹായിക്കുന്നു. ശനിക്ക് പ്രാധാന്യമുള്ള ദിവസമായ ശനിയാഴ്ച ദിവസങ്ങളിൽ ഈ 5 അനുഷ്ഠിക്കണം. ആദ്യത്തേത് അലക്ക് വസ്ത്രം. ശനിദോഷ സമയങ്ങളിൽ ശനിയാഴ്ച ദിവസം അലക്കി ശുചിയായ വസ്ത്രങ്ങൾ ധരിക്കണമെന്ന് പറയുന്നു. അടുത്തത് അയ്യപ്പ സേവ. ഈശ്വരനായിട്ടുള്ള അയ്യപ്പനെ സേവിക്കാൻ പറയുന്നു. ഇതിലൊരു ശാസ്ത്രീയ പ്രാധാന്യമുള്ളതെന്തെന്നാൽ അയ്യപ്പ ക്ഷേത്രത്തിൽ എപ്പോഴും നീരാഞ്ജനം കത്തിക്കും. എള്ള് കത്തുമ്പോഴുണ്ടാകുന്ന ഊർജ പ്രസരണം നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്നു. ഇത് നമുക്കുണ്ടാകുന്ന മന്ദത മാറ്റുന്നതിന് സഹായകരമാകുന്നു. പിന്നെയുള്ളതാണ് അരയാൽ പ്രദക്ഷിണം. രാവിലെ 8:30 മുമ്പായി ആലിന്റെ ചുവട്ടിൽ വേഗത്തിൽ നടന്ന പ്രദക്ഷിണം വെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ശരീരത്തിലുള്ള പ്രതികൂല ഊർജത്തിനെ പുറന്തള്ളുകയും പ്രാണോർജം ലഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെ 9, 11 പ്രദക്ഷിണം വയ്ക്കുക. അവസാനമായി അത്താഴം മുടക്കുക. 3 നേരം ആഹാരം കഴിക്കുന്നതിൽ നിന്ന് 1 നേരം ആഹാരം ഒഴിവാക്കുന്നതാണ് അത്താഴം മുടക്കുക. ശാരീരികമായ ആരോഗ്യ പ്രവർത്തനത്തിന് വളരെ നല്ലതാണിത്. ഇവയൊക്കെയാണ് ശനിദോഷ സമയത്ത് മുഖ്യമായും അനുഷ്ഠിക്കേണ്ട ബലവത്തായ കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ശനിദോഷ കാഠിന്യം വളരെയധികം കുറയ്ക്കാൻ സഹായകരമാകും. ഇത് ചെയ്യാൻ സാധിക്കാത്തവർ സ്വന്തം വീട്ടിൽ ഇരുമ്പ് പാത്രത്തിൽ കറുത്ത എള്ള് കിഴികെട്ടി എള്ളെണ്ണയൊഴിച്ച് തിരി കത്തിച്ച് 2-3 മിനിറ്റ് പ്രാർത്ഥിച്ച് വണങ്ങുക. ആ സമയത്തുണ്ടാകുന്ന ഊർജ പ്രസരണം ശ്വസിച്ചാൽ നമുക്ക് വളരെയധികം മാറ്റമുണ്ടാകും. ശനിയെ പ്രാർത്ഥിക്കുക. ശനി ഒരിക്കലും ഒരു ദുഷ്ടമൂർത്തിയോ ദുർദേവതയോ ദുരിതം തരുന്ന ആളോ അല്ല. മോക്ഷം തരുന്ന ആളാണ് ശനി.